അർഹമുറാഹിമേ, എന്നെ സത്യവിശ്വാസിയായിട്ടല്ലാതെ എന്നെ മരിപ്പിക്കരുതേ എന്ന്. 40 വർഷക്കാലം പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ജോലി ചെയ്ത, അതും ശമ്പളം വാങ്ങാതെ ജീവിച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അനുജൻ ഇതുപോലെ തന്നെ 30ഓളം വർഷം പള്ളിയിൽ ബാങ്ക് കൊടുത്തു ജീവിച്ചു. ഇവരുടെ ചെറിയൊരു അനുജനുണ്ട്, കഅബ ഷരീഫിൻ്റെ അടുക്കൽ വന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, അർഹമുറാഹിമേ, എന്നെ സത്യവിശ്വാസിയായിട്ടല്ലാതെ എന്നെ മരിപ്പിക്കരുതേ എന്ന്. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നത് കേട്ട ഒരു പണ്ഡിതൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താണ് ഇതുമാത്രം ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ 2 ജ്യേഷ്ഠന്മാരും വളരെ ആത്മാർത്ഥമായിട്ട് ദീർഘകാലം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിച്ച വ്യക്തികളായിരുന്നു. അവസാന സമയത്ത് അവർ 2 പേരും എന്നോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടു. ഞാൻ വിശുദ്ധ ഖുർആൻ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഞാൻ കരുതിയത് അതുകൊണ്ട് അവർ ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ് എന്നാണ്. നേരെ മറിച്ച് അവർ ചെയ്തത് വിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ ആശയങ്ങളിൽ നിന്നും നാം ഇതാ പിന്മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സത്യനിഷേധിയായി ചത്തുപോയ സ്ഥിതിവിശേഷമായിരുന്നു ആ 2 പേർക്കും ഉണ്ടായത് എന്ന് ഈ വ്യക്തി മഹാനവറുകളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനവറുകൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ് അവർക്ക് പറ്റിയ തെറ്റ്? കാരണം ദീർഘകാലം റബ്ബിൻ്റെ ത്വാഅത്തിലായി ജീവിച്ച അവർക്ക് അവസാന ഘട്ടത്തിൽ പറ്റിയ തെറ്റെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചെറിയ അനുജൻ മഹാനവറുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന്യ സ്ത്രീയെ കാണൽ ഹറാമാണ്. ആ ഒരു വലിയൊരു തെറ്റിന് എൻ്റെ 2 ജ്യേഷ്ഠന്മാരും വളരെ ലാഘവത്തോടെയാണ് കണ്ടിരുന്നത് എന്നാണ്. ആ തെറ്റു കാരണമാണ് അവർ സത്യനിഷേധികളായിട്ട് മരണപ്പെട്ടത് എന്ന് ഈ ചെറിയ അനുജൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടണം, അതാണല്ലോ വലിയ ഭാഗ്യം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.